അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് 7ാം ക്ലാസ്സിലേക്ക് പുതുതായി തയ്യാറാക്കിയ ഉപപാഠപുസ്തകത്തിന്റെ 4ാമത്തെ പാഠമാണ് വായിക്കുന്നത്. കുട്ടികളുടെ സമയനിഷ്ഠ വലിയ അധ്വാനം തന്നെ. കുട്ടികളെ വെച്ച് പറയുമ്പോൾ കുട്ടികൾ പഠിക്കാതെ മടിയരായിരുന്നു കൊണ്ട് സമയം നഷ്ടപ്പെടുത്തിയാൽ അവരുടെ റിസൾട്ട് സാവധാനം അവർക്ക് അറിയാൻ കഴിയുള്ളൂ. എന്നാൽ വലിയവർ പണിക്ക് പോവാതെ ജോലിക്ക് പോവാതെ വീട്ടിലിരുന്നാല് വീട് പട്ടിണിയാവും, കുടുംബം പട്ടിണിയാവും, വളരെ അത് പ്രയാസത്തിലാവും. അതിന്റെ റിസൾട്ട് പെട്ടെന്ന് കാണും. എന്നാൽ കുട്ടികളുടെ നേരെ മറിച്ചാണ്. അതുകൊണ്ട് പഠിക്കുന്ന കാലത്ത് കൃത്യമായ സമയം ഉപയോഗിച്ചാൽ വലുതായാൽ കുറെ സമയം ലാഭിക്കാൻ കഴിയും. ചെറുപ്പത്തിൽ അധ്വാനത്തിനനുസരിച്ച് മികച്ച ജോലിയും നല്ല ജീവിതം. അതാണ് സമയത്തിന്റെ പ്രാധാന്യം കുട്ടികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ. നമുക്കൊന്ന് വായിക്കാം. മുതിർന്നവർ ജോലിക്ക് പോയില്ലെങ്കിൽ ശമ്പളം കിട്ടാതെയാവും. കൂലിയില്ലാതെയായാൽ വീട്ടിൽ പട്ടിണിയാകും. അത് പെട്ടെന്നറിയും. വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും അത് ചർച്ചയാക്കും. ജോലി ചെയ്യാത്ത സമയം വെറുതെ ഇരുന്നാൽ അയാളുടെ റിസൾട്ട് പെട്ടെന്നറിയുമെന്നർത്ഥം. അവർ അധിക സമയം ജോലി ചെയ്താലോ അധികം പണം കിട്ടും, കൂടുതൽ സമ്പത്തുണ്ടാകും. സമയം കൂടുതൽ ഉപയോഗിച്ച് അധ്വാനിക്കുന്നതനുസരിച്ച് ഫലം കാണും. അത് നേരിട്ട് കാണാൻ സാധിക്കുന്നതും പെട്ടെന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായിരിക്കും. എന്നാൽ കുട്ടികളുടെ കാര്യം ഇങ്ങനെയല്ല. സമയം കളയുന്ന റിസൾട്ട് പെട്ടെന്നൊന്നും തിരിച്ചറിയില്ല. പട്ടിണിയോ ദാരിദ്ര്യമോ പോലെ അത് ഗുരുതരമായി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. കുറെ കഴിഞ്ഞാവും അതിന്റെ ഫലം കാണുമ്പോൾ അത് വളരെ വലുതായി തിരിച്ചു കിട്ടുമെന്ന് മാത്രം. ഇത് മനസ്സിലാവാൻ നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരാൾ ഇടയ്ക്കിടെ സ്കൂളിൽ പോകാതിരിക്കുന്നു, വീട്ടിൽ നിന്ന് ചില ശകാരങ്ങൾ കിട്ടുന്നുണ്ട്. ഒരാൾ പാഠപുസ്തകങ്ങൾ വീട്ടിൽ നിന്ന് മറിച്ചു നോക്കുന്നേയില്ല, പരീക്ഷയ്ക്ക് വേണ്ടി കാര്യമായി ഒരുങ്ങുന്നുമില്ല. അതിന്റെ പേരിൽ അയാൾക്ക് ജീവിക്കാൻ പ്രശ്നമൊന്നും ഇല്ല. ചിലപ്പോൾ ചില ശകാരങ്ങൾ കിട്ടുന്നുവെന്ന് മാത്രം. എന്നാൽ ഇത് ആവർത്തിക്കുമ്പോൾ അറിയാതെ അയാളിൽ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അതയാൾ അറിയുന്നു പോലുമില്ല. കുറെ കഴിഞ്ഞയാൾ വലിയ മടിയനായി മാറും. പരീക്ഷകളിൽ പരാജയം സംഭവിക്കുന്നു. പരീക്ഷകളിൽ തോറ്റാലും അയാൾക്ക് പ്രശ്നം തുടങ്ങുന്നില്ല. എന്നാൽ കുറെ കഴിയുമ്പോൾ അയാൾ ജീവിതത്തിൽ പിറകിലാകുന്നു. അത് മനസ്സിലാക്കാൻ കുറെ കാലമെടുക്കും. പഠിക്കുന്ന കാലത്ത് കൃത്യമായ സമയം ഉപയോഗിച്ചാൽ വലുതായാൽ കുറെ സമയം ലാഭിക്കാൻ കഴിയും. ചെറുപ്പത്തിൽ അധ്വാനിച്ചനുസരിച്ച് മികച്ച ജോലിയും നല്ല ജീവിതവും ലഭിക്കും. ആ സമയം കുറെ സമയം നമുക്ക് കയ്യിൽ ബാക്കിയുണ്ടാകും. എന്നാൽ പഠിക്കുന്ന കാലത്ത് കുറെ സമയം വെറുതെ കളഞ്ഞാൽ വലുതായാൽ ജീവിക്കാൻ അധികം സമയം ചെലവഴിക്കേണ്ടി വരും. രാവിലെയും രാത്രിയും കഠിനാധ്വാനം ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ? ഒരു വിശ്രമവുമില്ലാതെ. എന്തായാലും കുട്ടികൾ സമയം ചിട്ടപ്പെടുത്തുന്നത് വലിയ കാര്യമാണ്. അത് അല്പം പ്രയാസമുള്ളതുമാണ്. സമയനഷ്ടം ശരിയായാൽ അതിന്റെ റിസൾട്ട് നമ്മുടെ ഭാവിയിലാണ്. നല്ല ഭാവിക്ക് വേണ്ടി നല്ല അധ്വാനം തുടങ്ങുക തന്നെ വേണം. ഇനി നമുക്കിതിന് വർക്കൊന്ന് വായിക്കാം. പ്രവർത്തനങ്ങൾ, ശീലങ്ങൾ. 1ാമത്തെ ചോദ്യം എന്താണ്? നിങ്ങളുടെ വീട്ടിൽ മുതിർന്നവർ എത്ര സമയം അധ്വാനിക്കുന്നുണ്ടാകും? ഉപ്പ, ഉമ്മ എന്നിവർ ചെയ്യുന്ന ജോലികളെ കുറിച്ച് ഇതിനൊരു മാതൃകയാണ് ഇവിടെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് അനുയോജ്യമായ ഉത്തരം ഇവിടെ കണ്ടെത്തിയ ഇതിന്റെ താഴ്ഭാഗത്തിന് എഴുതി കൊടുത്താൽ മതി. ദിവസവും 10-12 മണിക്കൂർ ജോലി ചെയ്യുന്നു. ഉപ്പ പുറത്തുപോയി ജോലി ചെയ്ത് പണമുണ്ടാക്കുന്നു. ഉമ്മ വീട്ടിലെ ജോലികളും പാചകവും ചെയ്യുന്നു. 2ാമത്തെ ചോദ്യം, പഠിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ശകാരം കിട്ടാറുണ്ടോ? നിങ്ങൾ എങ്ങനെയാവും പ്രതികരിക്കുക? അതെ, കിട്ടാറുണ്ട്. അത് എന്നെ നന്നാക്കാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ദേഷ്യപ്പെടാതെ കൂടുതൽ നന്നായി പഠിക്കാൻ ഞാൻ ശ്രമിക്കും. ചോദ്യം 3, നിങ്ങളെ വിദ്യാലയത്തിൽ ടൈം ടേബിൾ ഉണ്ടോ? അതനുസരിച്ച് പഠനം നടത്താൻ നാം എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട്? ഉത്തരം, അതെ, ഉണ്ട്. ദിവസവും ടൈം ടേബിൾ അനുസരിച്ച് പുസ്തകങ്ങൾ ബാഗിൽ വെക്കാനും അതാ ദിവസത്തെ പാഠങ്ങൾ അന്ന് തന്നെ പഠിക്കാനും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അള്ളാഹു നമുക്ക് നമ്മുടെ സമയം ശരിയായി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.